വീണ ജോർജ് വീണ ജോർജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മുഖ്യൻ വരെ ഒറ്റയ്ക്കിട്ടിട്ട് ഓടിത്തള്ളി എന്നുള്ളതാണ്. കാരണം ഇവിടെ നിന്നാൽ മുഖ്യനും കൂടെ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് മുഖ്യൻ അമേരിക്കയിലേക്ക് ചികിത്സാ കുടുംബസമേതം യാത്രയായി. വീണ ഒറ്റയ്ക്കായി. പാർട്ടി പോലും വീണയ്ക്കെതിരാണ്, പാർട്ടിയിലെ പല അംഗങ്ങളും. യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുകയല്ലേ വീണ ജോർജ് ചെയ്യേണ്ടത്? അല്ല, അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു രീതി നമ്മുടെ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് വീണ ജോർജ് എന്തായാലും രാജിവെക്കില്ല. കാരണം പാർട്ടി പൂർണ്ണ പിന്തുണ വീണ ജോർജിന് സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൊടുത്തിട്ടുണ്ട്. മന്ത്രിസഭയും സർക്കാരും തീരുമാനം വീണ ജോർജ് രാജിവെക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും വീണ ജോർജിനെ കുറച്ച് പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. അത് പരിചയത്തിൻ്റെ കുറവ് ആണ്. കാരണം പൊളിറ്റിക്കലി വർക്ക് ചെയ്തിട്ട് നേതാവായി വന്ന് മന്ത്രിയായ ഒരാളല്ല വീണ ജോർജ്. വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു മാധ്യമ പ്രവർത്തക എന്നതിനപ്പുറത്തേക്ക് പറയാൻ പറ്റുന്ന രാഷ്ട്രീയ പരിചയം, ജനങ്ങളുമായിട്ട് അത്രമാത്രം അടുത്തിടപഴകി ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു രീതി വീണ ജോർജിൻ്റെ ലൈഫിലില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായ സമയത്തും പെട്ടെന്ന് നമ്മൾ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമ്മളൊരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്, എന്തൊക്കെ സാധാരണഗതിയിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് നേതാവായിട്ടുള്ള പൊളിറ്റീഷ്യൻസിന് അറിയാൻ പറ്റും. പക്ഷെ വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം അത് വീണ ജോർജിന് അത്ര വശമുള്ള ഒരു കാര്യമല്ല. വീണ ജോർജ് ഈ പറഞ്ഞ കോട്ടയത്തെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് വീണ ജോർജ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവിടെ നിന്ന് ആ സാഹചര്യത്തിൽ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഒരു കാര്യം സംസാരിക്കുകയാണ് ചെയ്തത്. പക്ഷേ വീണ ജോർജ് കൃത്യമായിട്ട് പറയണമായിരുന്നു, ഇത് നമ്മുടെ ഔദ്യോഗികമല്ല, ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ വിവരം മാത്രമാണ്. പക്ഷേ നമ്മളതിൽ പരിശോധന നടത്തിയിട്ട് മാത്രമേ നമുക്കതിൽ പൂർണ്ണമായിട്ടും സംസാരിക്കാൻ പറ്റുള്ളൂ. വിശദമായ കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് കറക്റ്റ് റിപ്പോർട്ട് കിട്ടി എല്ലാം റെസ്ക്യൂ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പ്രതികരിക്കാൻ പറ്റൂ എന്നുള്ളത് വീണ ജോർജ് അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കണമായിരുന്നു. അതിന് പകരം അവിടെ നിന്ന് മെഡിക്കൽ സൂപ്രണ്ട് കൊടുത്ത ഒരു ജസ്റ്റ് അതിനുള്ളിൽ ആരുമില്ല. മെഡിക്കൽ സൂപ്രണ്ട് അങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഒഴിവാക്കി വിട്ടൊരു കെട്ടിടമാണ്, അവിടെ നമ്മൾ അധികം ആരെയും കൊണ്ടുവെക്കാറില്ല. പിന്നെ അവിടുന്ന് ഒളിഞ്ഞു വീണ സമയത്ത് അവിടെ ആരുമില്ല എന്നാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ വിവരം. അതാണ് ഞാൻ മന്ത്രിയെ അറിയിച്ചത് എന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് എന്ന് പറയുന്നത്, പ്രിൻസിപ്പളെ. അപ്പോൾ അവർ അങ്ങനെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മന്ത്രിയായിട്ട് സംസാരിച്ചു കഴിഞ്ഞാലും മന്ത്രി സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഇങ്ങനെ ഔദ്യോഗികമായിട്ട് പറയും പോലെ അതിനകത്ത് ആരുമില്ല എന്ന കാര്യം പറയരുതായിരുന്നു. ഞാൻ പരിശോധിച്ചതിന് ശേഷം അവിടെ റെസ്ക്യൂ പൂർണ്ണമാകട്ടെ, റെസ്ക്യൂ പൂർണ്ണമായതിനു ശേഷം മാത്രമേ അത് പറയാൻ പറ്റൂ. എന്ത് പൊളിക്കാൻ വെച്ച കെട്ടിടമാണെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു സ്ഥലത്ത് ഇനി അതിനകത്ത് നമ്മൾ രോഗികളെ കിടത്തുന്നില്ല, അത് ഉപയോഗിക്കാതെ മാറ്റി നിർത്തിയ ഒരു കെട്ടിടമാണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും മഴക്കാലമാണ്, ആരെങ്കിലും ഒരാൾ അതിൻ്റെ ചോട്ടിൽ കയറി നിന്ന് സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇനി അതൊക്കെ പോട്ടെ, നമ്മുടെ പൊതുവെ മലയാളിയുടെ ഒരു പൊതു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൊളിക്കാനുള്ള കെട്ടിടം ചിലപ്പോൾ മൂത്രം ഒഴിക്കാനൊക്കെ അതിനകത്ത് പോയി എന്നൊക്കെ വരും. അതൊരു സാഹചര്യങ്ങളാണ്. അപ്പോൾ ഈ സമയത്താണ് ഈ കെട്ടിടം പൊളിഞ്ഞു വീഴുന്നതെങ്കിൽ അപ്പോൾ ഇവർ പറയുന്നത് അത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ്, അതിനകത്ത് ആരുമില്ല എന്ന് നമുക്ക് ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റുമോ? പറ്റില്ല. അവിടെയാണ് വീണ ജോർജിന് പാകപ്പഴ സംഭവിച്ചത്. വീണ ജോർജ് അങ്ങനെ പറയരുതായിരുന്നു. വീണ ജോർജ് പറയേണ്ട റെസ്ക്യൂ മുഴുവൻ കഴിയട്ടെ, കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇൻ കേസ് ഇനി ആരെങ്കിലും അതിനകത്തുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തത വരുള്ളൂ. അതിനുശേഷം മാത്രം പ്രതികരിക്കാം. അതുവരെ നിങ്ങളോട് സഹകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായിട്ട് എല്ലാ മാധ്യമങ്ങളും സഹകരിക്കും. പക്ഷേ ഇവിടെ അതിന് പകരം അതിനകത്ത് ആരുമില്ല എന്ന് ഔദ്യോഗികമായിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഉത്തരവാദിത്തമില്ലായ്മയിലേക്ക് ചോദ്യം ചെയ്യപ്പെടും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കേരളത്തിലെ ഈ പറയുന്ന സർക്കാരിൻ്റെ നല്ലതും ചീത്തയും, അതായത് ഒരു സർക്കാർ മികച്ചതാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നതാണ്. ആരോഗ്യവകുപ്പ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ശൈലജ ടീച്ചർ വളരെ മികച്ച പ്രകടനം നടത്തിയത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു പിണറായി സർക്കാർ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. ഈ കോവിഡിൻ്റെയും നിപ്പയുടെയും സമയത്തൊക്കെ സർക്കാർ ഏത് രീതിയിലാണ് അതിനെ പ്രതിരോധിച്ചത്, ഏത് രീതിയിലാണ് ജനങ്ങളെ ഒപ്പം ചേർത്ത് ജനങ്ങൾ പരിഭ്രാന്തരാകാതെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഒരു കുടക്കീഴിൽ നിർത്തി കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള ശൈലജ ടീച്ചറാണ്. അത് നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്തൊരു സത്യമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് നമ്മുടെ മുന്നിൽ ഷൈൻ ചെയ്ത് നിന്നെടുത്താണ് യാതൊരു പ്രവൃത്തി പരിചയമോ യാതൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്ത ഒരാൾ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയായിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും മനുഷ്യനാണ്, മനുഷ്യൻ ചെയ്യുന്ന എന്താണ്, ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളത് സാമാന്യമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഈ വീണ ജോർജിൻ്റെ പല കാര്യങ്ങളും, അതായത് വീണ ജോർജിൻ്റെ പല തീരുമാനങ്ങളുമൊക്കെ ഇതിനു മുൻപുണ്ടായിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള ശൈലജ ടീച്ചറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങി. മാധ്യമങ്ങൾ പരസ്യമായിട്ട് തന്നെ അത് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ശൈലജ ടീച്ചറും വീണ ജോർജും തമ്മിൽ വലിയ അന്തരമുണ്ട്. അവർക്ക് ശൈലജ ടീച്ചർക്ക് വലിയ പ്രവൃത്തി പരിചയമുണ്ട്. അവർ പണ്ട് ചെറുപ്പം തൊട്ടേ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് വളർന്ന് ജനങ്ങളുമായിട്ട് ഇടപഴകി ജനങ്ങളുടെ പൾസ് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അവരാണ് മന്ത്രിയായത്. ആ മന്ത്രിയായിരുന്ന സമയത്ത് അവരുടെ പ്രകടനങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്.
വീണ ജോർജ് അങ്ങനെയല്ല. അപ്പോൾ വീണ ജോർജിനെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വീണ ജോർജിൻ്റെ പ്രവർത്തനങ്ങളിലും കാര്യങ്ങളിലുമൊക്കെ വലിയ വീഴ്ചയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ രാജിയുടെ കാര്യം സൂചിപ്പിച്ചപ്പോൾ ഞാൻ ഒരു കാര്യമാണ്, ഇതിനു മുമ്പ് പല ഘട്ടങ്ങളിൽ പല രാഷ്ട്രീയ പാർട്ടികൾ, പല മുന്നണികളും നമ്മളെ ഇടതുപല മുന്നണികൾ മാറി മാറി ഭരിച്ച സമയത്തും ഇതുപോലുള്ള ഇതിലും വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടായപ്പോഴും രാജിവെച്ചിട്ട് പോയ ചരിത്രമൊന്നും ഇല്ല. കാരണം അത് അങ്ങനെ ഒരു രീതി ഇല്ല, ഒരു കീഴ്വഴക്കം നമ്മളെ നാട്ടിലില്ല. അത് കുറ്റം പറഞ്ഞിട്ടല്ല, അത് അങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഈ രണ്ട് വീണമാരും ഒരു പ്രശ്നം വരുമ്പോൾ രക്ഷപ്പെടും. ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ജയിലിൽ പോകേണ്ട ഘട്ടം എത്തുമ്പോൾ എങ്ങനെയായാലും അന്വേഷണം വഴിതിരിക്കും, കോടതി സ്റ്റേ വാങ്ങും, പോകും. ഇവിടെയും അത് തന്നെയാണ് വീണ ജോർജും. ഒരു പ്രശ്നം വരുമ്പോൾ അതിന് എങ്ങനെയും പിന്നെ എന്താ പറയുക, ഒതുക്കി തീർത്ത് അതിലേക്ക് അടുത്ത കാര്യങ്ങളെ കൊണ്ടുവന്ന്, അത് ഇപ്പോൾ ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് വീണത് നിസ്സാര കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. വലിയ വീഴ്ച തന്നെയാണ് ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് വീണത്. അതിൻ്റെ അകത്ത് ഒരാളില്ല എന്നുള്ളത്. അതിനി എത്ര തേച്ചാലും വച്ചാലും പോകില്ല. ആ പറഞ്ഞ വാക്കുകൾ, ഔദ്യോഗികമായി പറഞ്ഞ വാക്കുകൾ. ഒരു കുടുംബത്തിനാണ് അവരുടെ എല്ലാവരുടെയും താങ്ങായിരുന്ന ഒരു അമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പ്രാഥമികമായി പോലും ഒരു ധനസഹായം അവർക്ക് പ്രഖ്യാപിച്ചു ചാണ്ടി ഉമ്മൻ അല്ലാതെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ധനസഹായ പ്രഖ്യാപനം ഞാൻ കണ്ടിട്ടില്ല. അല്ല, ധനസഹായം പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ കുടുംബത്തെ ഞങ്ങൾ കൂടെ നിർത്തും എന്നുള്ളൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെയും വീണ ജോർജ് തന്നെ ഇവരുടെ ഭർത്താവുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അവര് ഇനി സംഭവിക്കാൻ പോണത് മകന് ജോലി അല്ലെങ്കിൽ മകൾക്ക് ജോലി, മകന് ഓൾറെഡി ജോലി കിട്ടിയെന്നാണ്. അത് ഇവിടെ ഏതോ ഒരു ചെറിയ എതിരാണ്. സർക്കാർ തലത്തിൽ എന്തെങ്കിലും ഒരു ജോലി കൊടുത്തിട്ട് ആ കുടുംബത്തെ കൂടെ നിർത്താനുള്ളതാണ്. അവരുടെ ഭർത്താവ് തന്നെ അത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് അടുത്ത ദിവസം വീണ ജോർജ് വീട്ടിൽ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ കുടുംബം ആലോചിച്ചിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അവിടുത്തെ പ്രത്യേക സാഹചര്യമാണ്. പുതിയ ബിൽഡിംഗ് പണി കഴിച്ചിട്ടുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. അങ്ങോട്ടേക്ക് മാറ്റാനുള്ള സാഹചര്യമുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റെസ്ക്യൂ വൈകി എന്ന് പറഞ്ഞിട്ടൊരു ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ റെസ്ക്യൂ വൈകിയതല്ല, അവിടത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ JCBക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. അപ്പം JCBക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ആ ഗേറ്റ് പിന്നീട് ഇരുമ്പ് ഗേറ്റ് ആക്സോ ബ്ലേഡ് വെച്ച് മുറിക്കേണ്ടി വന്നു. പിന്നെ വലിയ ആൾക്കൂട്ടം ഉണ്ടായി, വാഹനങ്ങൾ ഒരുപാട് പാർക്ക് ചെയ്തു. അങ്ങനെ വന്ന റെസ്ക്യൂവിൻ്റെ ഇതൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് തെറ്റായിട്ട് വരുന്നുണ്ട്. സർക്കാരിൻ്റെ തലയിലേക്ക് തന്നെയാണ് ഇതൊക്കെ വരുന്നത്. പക്ഷെ അതൊക്കെ മറികടന്ന് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിന് പകരം ഇവരുടെ വാക്ക് മാത്രമാണ് അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന ഒരു കാര്യം. സ്വാഭാവികമായിട്ടും ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എടുക്കേണ്ട ഒരു ഏറ്റവും കുറഞ്ഞ ഒരു മുൻകരുതൽ, അത് വീണ ജോർജിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല എന്നത് വലിയ വീഴ്ച തന്നെയാണ്. വീണ ജോർജ് ഇനിയെങ്കിലും ഇതുപോലുള്ള സാഹചര്യങ്ങൾ, ഇനിയും ഒരു ചിലപ്പം പൊളിറ്റിക്സിൽ ഉണ്ടെങ്കിൽ തന്നെ സാധ്യതമായിട്ട് ചിലപ്പോൾ MLA എന്തെങ്കിലും സ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിലും അല്ലെങ്കിലും നമ്മളൊരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ അത് ഒരു മാസ് ഓഡിയൻസിലേക്ക് പോകുന്ന ഒരു വിഷയമാണ്. ഒരു വലിയ ജനക്കൂട്ടം അതിന് കാത്തിരിക്കുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടം അത് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയമാണ് എങ്കിൽ നമ്മൾ ആ വിഷയം കൈകാര്യം ചെയ്യുമ്പം വളരെ കെയർഫുൾ ആയിരിക്കണം. ആ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ സംഭവത്തിൽ നിന്ന് വീണ ജോർജ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. അവർ അതിനകത്ത് പറഞ്ഞ ആ കാര്യം വലിയ തെറ്റ് തന്നെയാണ്. അത് അവർ ഉൾക്കൊള്ളുകയും ചെയ്യണം. തുടർന്ന് ഉള്ള കാര്യങ്ങളിൽ വീണ ജോർജ് ആ കുടുംബത്തെ കണ്ട് കുടുംബത്തിന് വേണ്ട സാധ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുകയും വേണം.